ഹലോ വെൽക്കം ബാക്ക്. ഹലോ, അപ്പോൾ ഇന്നൊരു അടിപൊളി പിസ്താഷ്യൂ കേക്കിൻ്റെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ ഇതൊരു 2 kg വെയിറ്റിലാണ് കേട്ടോ ഇന്നത്തെ കേക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 8 മുട്ട ഞാനൊരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം 2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. 2 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ സ്റ്റാൻഡ് മിക്സറിലാണ് ബീറ്റ് ചെയ്യുന്നത്. ഹാൻഡ് ബീറ്ററിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് ഒന്ന് പതിഞ്ഞ് വന്ന് തുടങ്ങുമ്പോഴേക്കും നല്ല ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എഗ്ഗും ഷുഗറും ഒക്കെ കൂടി നല്ല രീതിയിലൊന്ന് ബീറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ടൈഗറിൻ്റെ പിസ്ത മിക്സാണ് കേട്ടോ. അതൊരു 3-4 ഡ്രോപ്പ് അനുസരിച്ച് ചേർക്കാം. ഞാൻ ഓവർ കളർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് 1/4 കപ്പിൽ 2 കപ്പ് ഓയിലും കൂടെ സൺഫ്ലവർ ഓയിലും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം സ്ലോ ആയിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഓവർ ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം എപ്പോഴും സ്ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. പതിയെ സ്ലോ സ്പീഡിലിട്ടിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഞാൻ എല്ലാത്തിൻ്റെയും മെഷർമെൻറ്റ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല രീതിയിലൊന്ന് മിക്സ് ആയതിന് ശേഷം ഞാൻ സ്പാച്ചുല കൊണ്ട് നല്ല രീതിയിലൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഓവറായിട്ട് കുത്തി ഇളക്കരുത്. നമ്മുടെ സ്പഞ്ച് അപ്പോൾ നല്ല രീതിയിൽ താഴ്ന്നു പോവും. അപ്പോൾ എല്ലാം ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്യാൻ പാകത്തിന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 8 ഇഞ്ചിൻ്റെ പാനിലായിട്ടോ സ്പഞ്ച് ബേക്ക് ചെയ്തെടുക്കുന്നത്. 2 kg ആണ്. ഒരുപാട് ഓവർ ഹൈറ്റൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പാനിലേക്ക് നമ്മുടെ ബാറ്റർ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. 170 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ്സ് ആണ് കേട്ടോ ഞാൻ ബേക്കിംഗ് ടൈം എടുത്തിട്ടുള്ളത്. ഇനി എയർ ബബിൾസൊക്കെ ഒന്ന് പോകാനായിട്ട് ടൂത്ത് പിക്ക് വെച്ച് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. 2 ടിന്നിലും അതേപോലെ ചെയ്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തും കൂടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ എയർ ബബിൾസ് കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും. എൻ്റെ 40 ലിറ്ററിൻ്റെ ഓവനാണ്. അപ്പോൾ 8 ഇഞ്ചിൻ്റെ പാന് ഒരെണ്ണമാണ് ഒരു ടൈമിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റൗ ടോപ്പിൽ ഒരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഓവനിലായിട്ടാട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അന്നേ ദിവസം നമുക്ക് വേറെ കേക്കുകളും കൂടി ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ചെയ്തു. ആ ബേക്ക് ചെയ്ത കറക്റ്റ് ഭാഗം എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. നല്ല രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനതൊന്ന് ലെയർ ചെയ്തും കൂടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇളം ചൂടുള്ള പാലാട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് തന്നെ കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സിറപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് ഫുള്ള് സോക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് കേക്കിൻ്റെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 kg പിസ്താഷ്യൂ ആണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. കുറച്ച് ടോപ്പിൽ ടോപ്പിങ്സ് ആയിട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ഫില്ലിങ്ങിനായിട്ട് വേണ്ടിയിട്ടാട്ടോ കട്ട് ചെയ്ത് മാറ്റുന്നത്. 30 ഗ്രാം പിസ്തയും കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടെ മിക്സിയിൽ നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് ചൂടുള്ള വിപ്പിംഗ് ക്രീമും കൂടി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കേക്ക് ബോർഡിലേക്ക് ക്രീം തേച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയ ഈ ഒരു സിറപ്പ് വെച്ച് കേക്കൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഫില്ലിങ് കൂടി വെച്ച് കൊടുക്കാം. ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കേക്ക് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓവർ ക്രീമൊന്നും വേണ്ടാന്ന്, ക്രം കോട്ടിങ് കഴിഞ്ഞാൽ മാത്രം മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ പറഞ്ഞ സെയിം ഡിസൈനിൽ തന്നെയാണ് നമ്മൾ കേക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സൈഡിൽ കുറച്ച് ഫ്ലവേഴ്സും കൂടി വെച്ച് കൊടുത്ത് പേരും കൂടി എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.